രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസിനോട്, ഞാൻ മീൻ പിടിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങളും നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ടു ഒരു പടവിൽ കയറി. ആ രാത്രിയൊന്നും അവർക്ക് കിട്ടിയില്ല. എന്നാൽ പ്രഭാതമായപ്പോൾ യേശുതമ്പുരാൻ കടൽ തീരത്ത് വന്നു. യേശുതമ്പുരാൻ ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശുതമ്പുരാൻ അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ ഭക്ഷണം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ അവനോട് ഇല്ല എന്ന് പറഞ്ഞു. അവൻ അവരോട്, പടവിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്രകാരം അവർ വീശി. അതിലകപ്പെട്ട മത്സ്യങ്ങളുടെ പെരുപ്പ് നിമിത്തം വലിച്ചു കയറ്റുവാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുതമ്പുരാൻ പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസിനോട്, ഇത് നമ്മുടെ കർത്താവാണ് എന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് ആകട്ടെ കർത്താവാണ് എന്ന് കേട്ടപ്പോൾ താൻ നഗ്നനായിരുന്നതുകൊണ്ട് തന്റെ വസ്ത്രം എടുത്ത് അരയിൽ ചുറ്റിയിട്ട് കടലിൽ ചാടി. യേശുതമ്പുരാന്റെ അടുക്കൽ ചെന്നു മറ്റു ശിഷ്യന്മാർ പറയുന്നു. ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തെത്താതിരുന്നതുകൊണ്ട് അവർ മത്സ്യപ്പുരെ വലിച്ചുകൊണ്ട് പടക് വഴിയായി വന്നു. അവർ കരയ്ക്ക് കയറിയപ്പോൾ തീക്കനലുകൾ കൂട്ടിയിരിക്കുന്നതായും അവയിൽ മത്സ്യം വിട്ടിരിക്കുന്നതായും കണ്ടു. കുറെ അപ്പവും ഉണ്ടായിരുന്നു. യേശുതമ്പുരാൻ അവരോട്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യങ്ങൾ കുറെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ശിമോൻ കയറി 153 വൻതരം മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞതായ വലയെ കരയിലേക്ക് വലിച്ചു കയറ്റി. ഈ ഭാരമെല്ലാം ഉണ്ടായിട്ടും അവർ കയറിപ്പോയില്ല. യേശുതമ്പുരാൻ അവരോട്, നിങ്ങൾ വന്ന് ഭക്ഷണം കഴിപ്പിനെന്ന് പറഞ്ഞു. ഇത് ആരെന്ന് ചോദിക്കുവാൻ ശിഷ്യന്മാർ ഒരുവനും കഴിഞ്ഞില്ല. എന്തെന്നാൽ അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശുതമ്പുരാൻ അടുത്ത് ചെന്നു അപ്പവും മീനും എടുത്ത് അവർക്ക് കൊടുത്തു. യേശുതമ്പുരാൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് 3-ാം പ്രാവശ്യമായിരുന്നു.